ഓക്കേ. സിദ്ധളിയാ പാറൂസ് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടാ? അളിയാ ബാ കിടക്കാം. ഇപ്പോഴോ? ആ ഇപ്പോഴേ. ഉറക്കം നിന്ന് കഴിഞ്ഞാലേ അസുഖം കൂടും. ഇപ്പോഴേ കിടക്കണം. അളിയാ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. മോനെ എങ്ങനുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമില്ല അമ്മൂമ്മ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ മക്കളെ. അതിനല്ലേ ഞാനിവിടെ നിക്കുന്നേ. അളിയാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാറൂസേന്ന് വിളിച്ചാൽ. ഇനിയിപ്പൊ രാത്രി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. പാറു ഹോസ്പിറ്റലിൽ നീ തനിയാ കൂട്ടിട്ട് പോവിയാ? സിദ്ധോളേന് വയ്യാതായി കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോവല്ലോ, അപ്പൊ ഞാനും കൂടെ വരും. അഥവാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ നീ ഇവിടെ കൂടെ വന്നോ. അപ്പൊ പിന്നെ മക്കൾ കൊണ്ടുപോയതെല്ലാം ആവുമല്ലോ. ചേട്ടാ വർത്താനം പറയണ്ട. അളിയൻ എങ്ങനെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിക്കോട്ട്. ഞാൻ ഉറക്കാൻ ശ്രമിക്കുക. മോനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. ഒന്ന് പോവാ. പോവാ നിക്കുന്നില്ല. ഓ യോ ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. നീ പോരാ വേളയാ. അതെന്താ അത്ര നേരം ആലോചിച്ചിട്ട് പോരെന്നോട്ട് പോയി? അല്ലയോ കടുപ്പാണോ? വലിയ കുഴപ്പമില്ലടാ. വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാ. നാളെയും കൂടെ നോക്കിയിട്ട് ഞാൻ പറയാം. ഓ അതാകുമ്പോ പിന്നെ മൊത്തമായിട്ടും കിടപ്പാവൂല്ലോ. ഓടാ. അല്ലല്ലേ ഇത് അളയും കിടക്കണണ്ടിട്ടേ ഒട്ടും വയ്യാത്തോലെ തോന്നുന്നു, അതാ ചോദിച്ചേ. എടാ ഞാൻ കയറി കിടന്നതല്ല, പാറു എന്നെ കയറ്റി കിടത്തിയതല്ലേ. എടാ എനിക്ക് തോന്നുന്നേ മിക്കവാറും ഈ അസുഖം എനിക്ക് പെർമനന്റ് ആവുമെന്നാ. പാറൂസ് എന്നെ ഒരു നിത്യരോഗിയാക്കി കഴിഞ്ഞിരിക്കണു. എടാ എന്റെ തീരുമാനത്തിൽ ഇപ്പൊ എനിക്കൊന്ന് ചലിക്കാൻ പോലും പറ്റണില്ല. സംഭവേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അളിയൻ എന്ന് പറഞ്ഞാൽ അവക്ക് ഭയങ്കര കാര്യമാണ്. ചേച്ചിയുടെ അളിയന്റെ മൂത്ത മോളല്ലയോ, പിന്നെ അനുഭവി. അല്ലയോ എവളുടെ സ്വഭാവം എന്താണെന്ന് അറിയാല്ല. ദ്രോഹിച്ചു കഴിഞ്ഞാ ഞെക്കി കൊല്ലും, സ്നേഹിച്ചാലോ നക്കി കൊല്ലും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ, കുടുംബം ഏതാ ഇതല്ലേ എന്റെ പൊന്നോ. കേശവേട്ടാ, കേശവേട്ടൻ ഇപ്പോഴോട് സംസാരിച്ചോണ്ടിരിക്കുകയാണോ? വയ്യാത്ത ആളോട് കിടക്കുവല്ലേ. ചേട്ടാ ഒന്ന് പോവാൻ നോക്കിയേ. ഓക്കേ ഞാൻ പോണു. അല്ല ബാറു നീ പായന്തലാണെ എവിടെ പോണ? ഉത്സവത്തിന് പോണോ? അല്ല ഏട്ടാ ഇവിടെ വിരിക്കാൻ പോന്നു. ഇവിടെ വിരിക്കാനോ? പാറൂസ് ഇവിടെയാണോ കിടക്കുന്നേ? നേരത്തെ കിടക്കണ്ടെന്നാണല്ലോ, ഇവിടെ കിടന്നു. ശരിയല്ലാത്തല്ലേ? അതൊന്നും കുഴപ്പമില്ല, അളിയനൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? അത് ഉറപ്പായിട്ട് ബുദ്ധിമുട്ടാവളിയാ. ഇവളെ അടുത്ത് കിടന്നാലേ അളിയനെ ചവിട്ടി ഇവളെ തറ ഇടും രാത്രി. സാറേ സാറൊന്ന് പോവാവോ? ഓ നമ്മള് പോയേക്കാവേ. നിങ്ങൾ അളിയനും എന്തരാന്ന് വെച്ചാ അയക്കോ. പിന്നെ കൊല്ലല്ലേടി പാവ ഒരെണ്ണേ ഉള്ളു. അവള കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പാറൂസേ ഞാൻ വീണ്ടും പറയാ, വെറുതെ നിലത്ത് കിടക്കണ്ടാ. മക്കൾ ഇവിടെ ഒന്ന് കിടന്നോ, ഒരു കുഴപ്പമില്ല. അളിയാ കൊഴപ്പില്ല അളിയാ, ഇതൊക്കെ എത്ര ശീലം. അളിയാ അതല്ലാണ് എടുത്ത് പൊതുപ്പ് വേണോ അളിയന്? വേണ്ട. അളിയാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാറൂസേ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയില്ലല്ലോ? ഇല്ല അളിയാ. ആ ഓക്കെ. പാറൂസേ ഏതാടാ ദിവസം? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ചയാണോ? ആ പാറൂസിന് ധൈര്യമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കിടന്നോട്ടാ.
പാറൂസ് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ, അപ്പൊ പട്ടികള് പ്രേതങ്ങളെ കാണുമ്പോ പോരയിടുന്നതാ, വലിയ കാര്യമൊന്നുമില്ല. അളിയാ ശരിക്കും അളിയൻ പറഞ്ഞു തന്നാ ശരി. താഴെ കിടന്നു കഴിഞ്ഞാലേ നാളെ ആകുമ്പത്തേക്ക് ദേഹമെല്ലാം വേദനിക്കും. അളിയൻ പേടിക്കണ്ട, ഞാൻ വെളിയിൽ കിടന്നു. അപ്പൊ ഗുഡ് നൈറ്റ് അളിയാ. ഗുഡ് നൈറ്റ്. ഓക്കെ.